അധികം വൈകാതെ വിവാഹവസ്ത്രത്തിൽ ഒരു വധു ഓടിപ്പോകുന്നത് യുവാവ് കാണുന്നു. ഉടനടി അസിസ്റ്റന്റിനോട് ആ പെൺകുട്ടിയെ ഇടിച്ചു വീഴ്ത്താൻ അയാൾ ആവശ്യപ്പെടുന്നു. വധുവിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. കാർ അവളെ ഇടിച്ച് അവൾ നിലത്തേക്ക് വീഴുന്നു. യുവാവ് അവളുടെ അടുത്ത് ചെന്നിട്ട് കൈ നീട്ടി സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ യുവാവ് അവളെ മനഃപൂർവ്വം ഇടിച്ചു വീഴ്ത്തിയതാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൾ തനിയെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും യുവാവ് അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ ബോസ് ഇത്രയധികം ശ്രദ്ധാലു ആവുമെന്ന് അസിസ്റ്റന്റ് ഒരിക്കലും കരുതിയിരുന്നില്ല. 20 വർഷമായി അയാൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന കളിക്കൂട്ടുകാരിയാണ് ആ പെൺകുട്ടിയെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. തന്റെ ഐഡന്റിറ്റി പെൺകുട്ടിയോട് ഒരിക്കലും വെളിപ്പെടുത്തരുതെന്ന് അസിസ്റ്റന്റിനോട് അയാൾ ആവശ്യപ്പെടുന്നു. തന്റെ വ്യക്തിത്വം അവളിൽ തീർച്ചയായും സമ്മർദ്ദം ചെലുത്തുമെന്ന് അയാൾ ഭയപ്പെട്ടിരുന്നു. ഡോക്ടർ അവളെ പരിശോധിച്ച് പോയതിനു ശേഷം പെൺകുട്ടിക്ക് അയാൾ ഷൂ ധരിക്കാൻ സഹായിക്കുകയും എന്ത് തരത്തിലുള്ള കോമ്പൻസേഷൻ ആണ് അവൾക്ക് ആവശ്യമെന്നും ചോദിക്കുന്നു. എന്നാൽ പെൺകുട്ടി മറുപടിയൊന്നും പറയാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്ത് യുവാവട്ടെ അയാളെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. പുരുഷന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവളുടെ പ്രതിശ്രുത വരൻ ഫോണിലേക്ക് വിളിക്കുന്നത്. അവൾ ആ കോൾ എടുത്തില്ല. പകരം യുവാവിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അന്നത്തെ ദിവസം പെൺകുട്ടി 3 വർഷമായി പ്രണയിച്ചിരുന്ന യുവാവിനെ വിവാഹം കഴിക്കേണ്ടതായിരുന്നു. എന്നാൽ അയാൾ ആവട്ടെ തന്റെ ആദ്യ പ്രണയത്തിനെ കാണാനായി വിവാഹത്തിൽ നിന്ന് പോകുന്നു. ഈ കാരണം കൊണ്ടാണ് പെൺകുട്ടി വിവാഹവേദിയിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയിരുന്നത്. ഈ പുരുഷനെ ഒരിക്കലും കണ്ടുമുട്ടുമെന്ന് അവൾ കരുതിയിരുന്നില്ല. അങ്ങനെ അവർ ഉടനെ തന്നെ വിവാഹം കഴിച്ച് വിവാഹ സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കുന്നു. എന്നാൽ പെൺകുട്ടി ആവട്ടെ ഒരു ഉടമ്പടി തയ്യാറാക്കി അതിൽ സൈൻ ചെയ്യണമെന്ന് അയാളോട് ആവശ്യപ്പെടുന്നു. അതിൽ 2 വർഷത്തിനുള്ളിൽ അവർ പരസ്പരം സ്നേഹിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുകയാണെങ്കിൽ മുൻപോട്ടും അങ്ങനെ തന്നെ കഴിയാം. അല്ലെങ്കിൽ അവർക്ക് പരസ്പര വിശ്വാസത്തോടെ വിവാഹബന്ധം വേർപെടുത്തി 2 വഴിക്ക് പോകാമെന്നായിരുന്നു. യുവാവ് അതിൽ വേഗം തന്നെ ഒപ്പിട്ടിട്ട് തങ്ങളുടെ വിവാഹത്തിൽ വിവാഹമോചനം നേടാനുള്ള ഒരു കാരണവും പെൺകുട്ടിക്ക് കണ്ടെത്താൻ സാധിക്കില്ല എന്ന് അയാൾ തറപ്പിച്ച് പറയുന്നു. അവർ തമ്മിലുള്ള ബന്ധം വളരെയധികം അടുപ്പമുള്ളതാക്കി തീർക്കാൻ അയാൾ അവളെ കിസ് ചെയ്യാൻ ഒരുങ്ങുന്നു. എന്നാൽ അവൾ ആവട്ടെ വളരെ നാണത്തോടെ പിന്മാറുന്നു. അവരുടെ ബന്ധം കൂടുതൽ വളരുകയാണെന്ന് പെൺകുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നു. പക്ഷേ ആ കോൾ അവരുടെ ഇടയിലെ സ്നേഹമായ അന്തരീക്ഷത്തെ തകർക്കുന്നു. ഉച്ചതിരിഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിൽ മീറ്റ് ചെയ്യാൻ അവളുടെ കൂട്ടുകാരിയാണ് പറഞ്ഞത്. അങ്ങനെ അവൾ അങ്ങോട്ടേക്ക് പോകുന്നു. എന്നാൽ ഈ സമയത്ത് അവളുടെ പ്രസ്തുത വരൻ അവളെ പിന്തുടർന്ന് തന്റെ വെപ്പാട്ടിയാവാൻ ഒരു നാണവുമില്ലാതെ അവളോട് ആവശ്യപ്പെടുന്നു. കേട്ട പെൺകുട്ടി ദേഷ്യത്തോടെ അവന്റെ കർണത്തടിക്കുകയും മേലാൽ അവളെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. വീണ്ടും പെൺകുട്ടിയെ പിന്തുടർന്ന് അയാൾ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ സമയത്ത് യുവാവ് വന്ന് അയാളെ തടയുന്നു.